2 ദിവസം മുമ്പാണ് നമ്മളൊരു 2000 ആളുകളുടെ കൂട്ടക്കൊല അവിടെ നടന്നു എന്നുള്ള പെട്ടെന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് അപലപിക്കപ്പെടേണ്ടതായ കാര്യമാണ്. കാരണം അവിടെയും കൊല്ലപ്പെടുന്ന മനുഷ്യന്മാർ തന്നെയാണ്. ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗസയെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ്. സൈന്യം എവിടെയൊക്കെ അധികാരത്തിലേറിയോ അപ്പോഴൊക്കെ സൈന്യം എന്താ ചെയ്യുക? ബാരക്കുകളിലേക്ക് മടങ്ങി പോകാൻ അവർ വിസമ്മതിക്കും. ഗസയിൽ നമ്മൾ മാക്സിമം ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഇവിടെ കോടികളുടെ കണക്കാണ് ഈ ഒരു വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്നത്. സുഡാനീസ് ധനമന്ത്രി കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇവരുടെ വരുമാനത്തിൽ 80% ഇടിവ് വന്നു. ആലോചിക്കണം, 80%. ഒരു രാജ്യത്തിന്റെ വരുമാനത്തിൽ 80% ഇടിവ് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ രാജ്യത്തിന്റെ അവസ്ഥ? ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് അല്ലാതെ ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് അഡ്വേഴ്സിറ്റി അല്ല, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റുകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? 2000-ൽ പരം ആളുകളാണ് 48 മണിക്കൂറിനിടയിൽ കൊല്ലപ്പെടുന്നത്. ബാക്കിയുള്ള ജീവനും കൊണ്ട് ഓടുന്നതിനിടയിൽ സൈന്യം അവരെ വെടിവെച്ചുടങ്ങും. 500-ൽ പരം ദിവസങ്ങളായി ഒരു ജനത മുഴു പട്ടിണിയിലാണ്. സുഡാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വർഷങ്ങളായി അന്താരാഷ്ട്ര വിഷയങ്ങൾ നിരീക്ഷിക്കുകയും തൻ്റെതായ സംഭാവനകൾ ഈ മേഖലകളിൽ നിർവഹിക്കുകയും ചെയ്ത പ്രശസ്ത രചയിതാവും ജേർണലിസ്റ്റുമായ PK നിയാസ് സാഹിബാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഗസയിലെ കാഴ്ചകൾ കണ്ട് അതിന് തൊട്ട് ശേഷം അതല്ലെങ്കിൽ അതിനെ തുടർന്നുകൊണ്ട് വളരെ ദാരുണമായ കാഴ്ചകൾ ഇന്ന് സുഡാനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വളരെ പരിമിതമായ അറിവാണ് പൊതുമണ്ഡലത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ എഴുതപ്പെട്ടതും കാണുന്നതുമായിട്ടുള്ള മീഡിയകളൊക്കെയും അതിനെക്കുറിച്ച് വളരെ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും പറയുന്നതും. പൊതുവെ ഫലസ്തീനിനും മറ്റുള്ള വിഷയങ്ങൾക്കും കൊടുക്കുന്ന അത്ര മീഡിയ പ്രാധാന്യം ഈ ഒരു വിഷയത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു അവസരത്തിൽ സുഡാനിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. സുഡാനിലെ ഈ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണ് നമ്മളൊരു 2000 ആളുകളുടെ ഒരു കൂട്ടക്കൊല അവിടെ നടന്നു എന്നുള്ള പെട്ടെന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് സുഡാൻ എത്തി നിൽക്കുന്നത് വളരെ പെട്ടെന്നല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു ന്യൂസിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പിറകെ നടന്നിട്ടുള്ള ഒരു ചരിത്രം എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുക? സുഡാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളെ കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം പൊതുവെ വിസ്മരിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഏതാണ്ട് ഗസയിൽ സംഭവം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ സുഡാനിലും ഈ രൂപത്തിലുള്ള കൂട്ടക്കൊലകളും പലായനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഉപരോധങ്ങളടക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഗസയിലെ വിഷയം വേറൊരു തലത്തിലായതുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ഗസയിൽ ശരിക്കും ഒരു വംശഹത്യ തന്നെയായിരുന്നു. അതായത് ഗസയിലുള്ള ആബാലവൃദ്ധം ജനങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ വളരെ രൂക്ഷമായ രീതിയിൽ ശരിക്കും ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ ഗസ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീനികള് കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി അവര് സ്വന്തം മണ്ണില് അധിനിവേശകരുടെ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ്. ആ അർത്ഥത്തിൽ അതിന് വേറെ തലങ്ങളുണ്ട്. അതേസമയം സുഡാനെ സംബന്ധിച്ചിടത്തോളം സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ നമ്മൾ കാണേണ്ടതാണ്, അപലപിക്കപ്പെടേണ്ടതായ കാര്യമാണ്. കാരണം അവിടെയും കൊല്ലപ്പെടുന്ന മനുഷ്യന്മാർ തന്നെയാണ്. ഏതാണ്ട് 1,40,000 ആളുകള് ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുകയോ അതുപോലെ തന്നെ പരിക്കേൽക്കപ്പെടുകയോ ചെയ്തു. 10 ലക്ഷത്തോളം ആളുകള് വീടുകളിൽ നിന്ന് വഴിയാധാരമൊക്കെ പെട്ടു. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒക്ടോബർ 26 ഞായറാഴ്ച ഈ വടക്കൻ ദാർഫൂറിന്റെ തലസ്ഥാനമായ അൽ ഷാഫിറിൽ ഈ അവിടുത്തെ RSF എന്ന് പറയുന്ന സമാന്തര അർദ്ധ സൈനിക സേന ആ നഗരം പിടിച്ചടക്കുകയും അതിനുശേഷം അവർ നടത്തിയ കൂട്ടക്കൊലകളും ആണ് ലോകം അറിയുന്നത്. അതിലൂടെയാണ് സുഡാനിലേക്ക് വീണ്ടും നമ്മുടെയൊക്കെ ശ്രദ്ധ പിന്നെയും പായുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നേരത്തെ തന്നെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ലോക രാജ്യങ്ങൾ പൊതുവെ വിസ്മരിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പല തലങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ
ഇവിടെ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഡാൻ ഒരു വലിയ ആഫ്രിക്കയിലെ ഒരു വലിയ രാജ്യമാണ് സുഡാൻ. വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ധാതുക്കള്, അവിടെയുള്ള സ്വർണ്ണ ഖനികൾ, ഇതൊക്കെ തന്നെ ആ രാജ്യത്തിന്റെ പിന്നെ സ്വഭാവം മാറ്റാൻ, അല്ലെങ്കിൽ ആ രാജ്യം ഒരു സമ്പന്നമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കെൽപ്പുള്ള എല്ലാവിധ വിഭവങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ലോകത്തിലെ തന്നെ പട്ടിണി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണ് സുഡാൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിഭവങ്ങളൊക്കെ കുറെ ആളുകൾ കൊള്ളയടിക്കുകയും അവിടെ നടക്കുന്ന അഴിമതികളൊക്കെയാണ് അതിനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ 26 ഒക്ടോബർ 26 ആണല്ലോ അൽ ഷാഫിറിൽ ഈ RSF ഉണ്ട്. ഈ RSF എന്ന് പറയുന്നത് പിന്നെ ശരിക്ക് റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സസ് എന്നാണ് അതിന്റെ പേര്. അത് യഥാർത്ഥത്തിൽ സുഡാനിലെ ഒരു സമാന്തര അർദ്ധ സൈനിക സേനയാണ്. നേരത്തെ ഗവൺമെന്റ് തന്നെ അവരെ കൊണ്ടു നടന്നു എന്നതാണ് അതിന്റെ ഒരു വിചിത്രമായ ഒരു വശം. കൃത്യമായി പറഞ്ഞാൽ സുഡാനിലെ മുൻ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഉമർ ബഷീർ, അദ്ദേഹം 1989 മുതൽ 2019 വരെയുള്ള നീണ്ട 3 പതിറ്റാണ്ട് കാലം സുഡാനെ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് അവരുടെ ദാർഫൂറിൽ ഒരു വിഷയം ഉണ്ടാകുന്നത്. 1990-കളിൽ ഉണ്ടായ വിഷയമാണ്. പക്ഷെ 2003-ലാണ് ദാർഫൂർ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഡാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. ആ രാജ്യത്ത് 18 സംസ്ഥാനങ്ങളുണ്ട്. ആ 18 സംസ്ഥാനങ്ങളില് ഈ ദാർഫൂർ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. വലിയൊരു മേഖല എന്ന് പറയുന്നത് ഈ പിന്നെ വടക്കൻ ദാർഫൂറും തെക്കൻ ദാർഫൂർ, അതുപോലെ തന്നെ കിഴക്കൻ ദാർഫൂർ, പടിഞ്ഞാറൻ ദാർഫൂർ, സെൻട്രൽ ദാർഫൂർ, ഈ 5 പിന്നെ ദാർഫൂറുകൾ 5 സംസ്ഥാനങ്ങളാണ്. പിന്നെ ബാക്കി 13 സംസ്ഥാനങ്ങളിൽ കൊർദോഫാൻ ഉണ്ട്, വടക്കൻ കൊർദോഫാൻ ഉണ്ട്, അങ്ങനെ പല രീതിയിൽ. അൽഫാഷിർ ഇതിന്റെ തലസ്ഥാനമായിട്ടാണ് വരിക, അല്ലെങ്കിൽ അൽഫാഷിർ എന്ന് പറയുന്നത് വടക്കൻ പിന്നെ ദാർഫൂറിന്റെ തലസ്ഥാനമാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറൻ ദാർഫൂർ, നേരത്തെ പടിഞ്ഞാറൻ ദാർഫൂർ ഇതേപോലെ തന്നെ കുറെ മുമ്പ് ഇവർ പിടിച്ചടക്കിയിരുന്നു ഈ RSF എന്ന് പറയുന്നത്. അന്ന് ആ പടിഞ്ഞാറൻ തലസ്ഥാനം എന്ന് പറയുന്നത് ജുലൈബിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ പടിഞ്ഞാറൻ ദാർഫൂർ ഉള്ള ആ മേഖല മൊത്തത്തില് ഇന്നത്തെ ഫ്രാൻസിന്റെ അത്ര വലിപ്പമുള്ള വലിയൊരു ഏരിയ. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയൊരു ഏരിയയാണ്. അപ്പൊ ഇത് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് 2019 ഈ ഉമർ ബഷീർ പിന്നെ അധികാര പ്രശ്നമായി എന്ന് പറയുന്നത് ഉമർ ബഷീറിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങി, അവിടെ പിന്നെ വിലക്കയറ്റം ഉണ്ടായി, അങ്ങനെ കുറെ പ്രശ്നം. ഉമർ ബഷീർ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല ഭരണം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഈ ദാർഫൂർ ഇഷ്യൂ വന്നു. അതുപോലെ തന്നെ തെക്കൻ സുഡാന്റെ പിന്നെ വിഘടിച്ചു പോക്കുണ്ടായി, സ്വതന്ത്രമായി പോയി. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളെല്ലാം വിട്ടുകൊണ്ട് അങ്ങനെ പോയി. അവസാനം ഈ വിഭവ ദാരിദ്ര്യം കാരണം ഒരുപാട് ആളുകൾക്ക് പാവപ്പെട്ട വലിയ പ്രയാസം അനുഭവിച്ചു. ജനങ്ങൾ റൊട്ടിക്ക് വേണ്ടി സമരം ചെയ്തു. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഈജിപ്തിലും അതുപോലെ ടുണീഷ്യയിലും ലിബിയയിലും ഒക്കെ തന്നെ ഈ റൊട്ടിക്ക് വേണ്ടിയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. റൊട്ടി എന്ന് പറയുന്നത്, ഹുബ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനമായ ഭക്ഷണ വിഭവമാണ്, സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പൊ ആ സ്റ്റേപ്പിൾ ഫുഡിൽ പലപ്പോഴും പല രാജ്യങ്ങളും പിന്നെ സബ്സിഡി നൽകിയിട്ടുണ്ട്. അപ്പൊ പല ഗൾഫ് രാജ്യങ്ങളിൽ നമുക്കറിയാം റൊട്ടിയൊക്കെ 1 റിയാലിന് ഒരു റൊട്ടി കിട്ടും. യഥാർത്ഥത്തിൽ 1 റിയാലല്ല അതിന്റെ വില ഒരു 4-5 റിയാൽ വരും. പക്ഷെ അത് സബ്സിഡൈസ്ഡ് ആയതുകൊണ്ട് 1 റിയാലിന് 4-5 റൊട്ടികൾ കിട്ടും. അപ്പൊ ഇതേപോലെ ഈ റൊട്ടിയുടെ പോലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ വില വർദ്ധിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. അങ്ങനെയാണല്ലോ 2019 ഉമർ ബഷീർ സ്ഥാനഭ്രഷ്ടനാകുന്നത്. ഉമർ ബഷീറിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഈ സൈന്യം എന്ന് പറയുന്നത് സുഡാനീസ് ആംഡ് ഫോഴ്സസ് SAF, അവരും ഈ നേരത്തെ പറഞ്ഞ RSF-ഉമാണ്. RSF എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് റാപ്പിഡ് പിന്നെ സെക്യൂരിറ്റി ഫോഴ്സസ് ആണ് ഇത്. അപ്പൊ ഈ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ചരിത്രം കൂടി അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലെ കൗതുകം മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ചും കൂടി ഞാനൊന്ന് പറയാം. ഈ 2003-ലാണ് ദാർഫൂർ ഇഷ്യൂ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ദാർഫൂർ എന്ന് പറയുന്നത് സുഡാനിലെ വലിയൊരു ഏരിയയാണ്. അവിടെ മസാലിത്ത് എന്ന് പറയുന്ന അനർബികളാണ് കൂടുതലായിട്ടുള്ളത്, ഒരു ഗോത്രവർഗമാണ്. അവരുടെ പേര് മസാലിത്ത് ആണ്. ഈ സുഡാനെ കുറിച്ചുള്ള ഒരു ബേസിക് മിസ്കൺസെപ്ഷൻ, അവിടെ അറബികൾ അല്ലാത്തവരുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതാണ് സംഭവം. അപ്പോ ഈ 2003-ലെ ദാർഫൂർ ഇഷ്യൂ വരുമ്പോഴേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, അവിടെ ഈ പിന്നെ ദാർഫൂറിലെ ഈ മസാലിത്ത് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് ദാർഫൂറിനും ചാടുമായിട്ട് വളരെ അടുത്താണ്. അതായത് സുഡാന്റെ ക്യാപിറ്റൽ ഖർത്തൂമുമായിട്ട് പിന്നെ ഇവർക്ക് ഏതാണ്ട് 1000 ചില്ലറ കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ ചാടുമായിട്ട് വെറും 17 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ ചാടുമായിട്ടൊരു ബന്ധം. ഇവര് യഥാർത്ഥത്തിൽ ഈ മസാലിത്തുകൾ എന്ന് പറയുന്നത് സുന്നി വിഭാഗക്കാരാണ്.
അവര് ഈ യഥാർത്ഥത്തിൽ ചാടിൽ നിന്നാണ് വരുന്നത്. അവർ നേരത്തെ ഒരു സൽത്തനത്തൊക്കെ രൂപീകരിച്ചിരുന്നു. അവരുടെ പേരിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ 1911 പിന്നെ അവർ യുദ്ധത്തിൽ പിടിച്ചു നിന്നു. പക്ഷെ 1916 ഫ്രാൻസ് വന്നിട്ട് ഫ്രാൻസും ഈജിപ്തും കൂടിയിട്ടാണ് അവരെ പിന്നെ കൈയടക്കിയത്. അങ്ങനെ പിന്നീട് അവർ സുഡാൻ ഉണ്ടായപ്പോൾ സുഡാനിലേക്ക് അവർ ചേർക്കപ്പെട്ടു എന്നതാണ്. പക്ഷെ മസാലിത്തുകൾ വളരെ പിന്നെ പോരാട്ട വീര്യമുള്ള ആളുകളായിരുന്നു. അവർ നന്നായി പോരാടിയിരുന്നു. അവരുടെ ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായി നിലനിൽച്ചു. അപ്പൊ ഈ മസാലിത്തുകള് അനർബികളായതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഈ പിന്നെ മസാലിത്ത് വിഭാഗത്തോട് വല്ലാത്തൊരു പകയുണ്ടായിരുന്നു. കാരണം അവര് ചെറിയ നല്ല പോരാട്ട വീര്യമുള്ള ആളുകളായിരുന്നു. അവര് ചില പിന്നെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളതിന് ഇവർക്ക് ഇഷ്ടമാകുന്നില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ അറബ് സേന, അറബികള് ഈ ദാർഫൂറിലെ മസാലിത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഭാഗമാണ്, അല്ലാത്ത വിഭാഗങ്ങളും ഉണ്ട് അവിടെയുള്ള അനറബി വിഭാഗം, അവരുമായിട്ട് പോരടിക്കുന്നത്. ആ പോരാട്ടത്തില് ഉമർ ബഷീർ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവർക്ക് എല്ലാ സപ്പോർട്ട് നൽകി ഈ മിലീഷ്യകൾക്ക്. അങ്ങനെയാണ് ജൻജവീദ് എന്ന് പറയുന്ന ഒരു മിലീഷ്യ ഇവിടെ ഉണ്ടാകുന്നത്. ഈ ജൻജവീദിന് എല്ലാ സപ്പോർട്ടും ബഷീർ ഗവൺമെന്റ് നൽകി. ബഷീർ ഗവൺമെന്റ് നൽകി എന്ന് പറയുമ്പോൾ ബഷീർ ഗവൺമെന്റ് മാത്രമല്ല, സുഡാനിലെ മറ്റു അറബി ഗ്രോത്തങ്ങളൊക്കെ ഇതിന് അനുകൂലമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സുഡാൻ സമ്പൂർണ്ണമായും ഒരു അറബ് മേഖലയായി മാറണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നു അവര്. അങ്ങനെ അവര് പിന്നെ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ആ ജൻജവീദിന് എല്ലാ സഹായവും നൽകി. അങ്ങനെ ഒരുപാട് ക്രൂരതകളുടെ അരങ്ങേറി, ഒരുപാട് ആളെ കൂട്ടക്കൊല ചെയ്തു. നമ്മളറിയാം 2003 ആ സംഭവങ്ങൾ കുറെ കൊല്ലങ്ങളോളം നീണ്ടു നിന്നിരുന്നു. ഉമർ ബഷീറിനെ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നതിന് പകരം ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അടിച്ചമർത്തൽ നടത്തി. അത് വ്യക്തമാണ്. കാരണം ICC ഉമർ ബഷീറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. ICC എന്താ കാരണം എന്ന് വെച്ചാൽ ജൻജവീദ് മിലീഷ്യ അവിടെ നടത്തിയ പിന്നെ ക്രൂരതകളുടെ പേരിലാണ്. പക്ഷെ അവർ തന്നെ പറഞ്ഞു അതിൽ ബഷീറിന് ഡയറക്റ്റ് പങ്കുണ്ടെന്നതിന് തെളിവില്ല എന്ന് പറയുന്നത്. അതേസമയം ബഷീറിന്റെ ഇംഗിതത്തോടു കൂടിയാണ്, ബഷീറിന്റെ അറിവോടുകൂടിയാണ് നടന്നതെന്നാണ്. അത് ശരിയുമാണ്. കാരണം ഈ ദാർഫൂർ പ്രശ്നം ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം ഈ പിന്നെ സൈന്യമുണ്ടല്ലോ, ഈ മറ്റേ ജൻജവീദിൽ ഏതാണ്ട് 100,000-ഓളം പോരാളികൾ ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത്. അവർക്ക് ഔദ്യോഗിക സ്വഭാവത്തിൽ അംഗീകാരം നൽകിയത് ബഷീറായിരുന്നു. അതായത് 2017 ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയിട്ട് സുഡാനീസ് ആംഡ് ഫോഴ്സസിന് പുറമെ ഈ ജൻജവീദ് പറഞ്ഞ വിഭാഗത്തിനും എന്ത് ചെയ്തു? ഇവര് പിന്നെ ഗവൺമെന്റിൽ ഒരു ശമ്പളമൊക്കെ കൊടുത്തു, നല്ല സംഭവം അവർക്കും കൊടുത്തു. അങ്ങനെ അവര് സമാന്തര സൈന്യമായിട്ട് ഗവൺമെന്റിൽ വന്നു. പിന്നീട് സംഭവിച്ചിരിക്കുന്നത് 2019 ഇതേ ബഷീറിനെ പുറത്താക്കാൻ ഈ ജൻജവീദ് അല്ലെങ്കിൽ RSF എന്ന് പറയുന്ന ഒരു പേര് മാറ്റി RSF എന്നാക്കി. അവരാണ് സുഡാനീസ് ആംഡ് ഫോഴ്സസിനോടൊപ്പം പിന്നെ ബഷീറിനെ താഴെ ഇറക്കുന്നതിൽ പങ്കുവഹിച്ചതും ഇവരായിരുന്നു. അപ്പൊ ബഷീറിന് തിരിച്ചടി കിട്ടി. ബഷീർ അറസ്റ്റിലായി, അദ്ദേഹം ജയിലിലാണുള്ളത്. അദ്ദേഹത്തിന് ICC അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ മറ്റേ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ചില അഴിമതി കേസുകളും പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം അസുഖമായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2019 ബഷീറിനെ പുറത്താക്കിയിട്ട് ഈ RSFഉം ഒഫീഷ്യൽ സുഡാനീസ് സൈന്യവും ചേർന്നുകൊണ്ട് ആണ് അവിടെ ഒരു സമയം എടുത്തത്. അങ്ങനെ അവർ സിവിലിയൻ ഭരണക്രമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള മന്ദോക്ക് എന്ന് പറയുന്ന ഒരു ആളെ, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി ഒരു സിവിലിയൻ ഭരണക്രമം പ്രഖ്യാപിച്ചു. എന്നിട്ട് താമസിയാതെ ഇലക്ഷൻ നടത്തുമെന്നായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഇലക്ഷൻ നടത്താതിരിക്കാനാണ് ഈ സൈന്യശ്രമം. നമുക്കറിയാം സൈന്യം എവിടെയൊക്കെ അധികാരത്തിലേറിയോ അപ്പോഴൊക്കെ സൈന്യം എന്താ ചെയ്യുക? ബാരക്കുകളിലേക്ക് മടങ്ങി പോകാൻ അവർ വിസമ്മതിക്കും. അവര് സ്വാഭാവികമായിട്ടും ഇടപെടും. അങ്ങനെ അവര് നമ്മൾ കാണാൻ ഈജിപ്തിൽ നമുക്ക് അനുഭവമുണ്ട്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് അനുഭവമുണ്ട്. അപ്പൊ സൈന്യം കഴിയുന്നതും അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടി ഏതറ്റവും പോകും. അങ്ങനെയാണ് ഇവര് തന്നെ എന്ത് ചെയ്തു? ഈ അബ്ദുള്ള മംദൂക്കിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ ഇവർ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പുറത്തായിട്ട് ശേഷം ഇവരെന്ത് ചെയ്തു? ഇവർ രണ്ടാളും കൂടി ഈ അബ്ദുൽ ഫത്താഹ് ബുർഹാൻ എന്ന് പറയുന്ന പിന്നെ സൈനിക അയാൾ മേധാവിയായിട്ടും അതിന്റെ RSFന്റെ നേതാവായ ഈ പിന്നെ ഹംദാൻ മെജിറ്റ്, അയാളെ ഫുൾ നെയിം അബ്ദുറഹ്മാൻ ഹംദാൻ സംതിങ്, ഇയാളെ പിന്നെ ഡെപ്യൂട്ടിയുമായിട്ടുമുള്ള ഒരു ഭരണകൂടമാണ് എന്ത് ചെയ്തത് അവിടെ അധികാരത്തിൽ വരുന്നത്. അവരങ്ങനെ അധികാരം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അവർ തമ്മിൽ പിന്നെ കുറച്ച് സൗന്ദര്യപ്പണൊക്കെ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒഫീഷ്യൽ സൈന്യത്തിന് മറ്റൊരു എന്തായാലും ഒഫീഷ്യൽ അല്ലല്ലോ.
അപ്പൊ അവരെ 1 ലക്ഷത്തോളം ആളുകളുണ്ട്. അവരെ സൈന്യത്തിലേക്ക് ചേർക്കാൻ, സൈന്യത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനം അവർ തമ്മിൽ ഇത് എടുത്തിരുന്നു. രണ്ട് സൈന്യങ്ങളും ഒന്ന് മെർജ് ആക്കാനുള്ള അല്ലെങ്കിൽ ഒന്നായിട്ട് യെസ് അമാൽഗമേഷൻ അതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷെ അന്നേരം ആ പ്രശ്നം വന്നത്, ആര് ഈ സൈന്യം ഒന്നായാലും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഒറ്റ സൈന്യമായി. അപ്പൊ ആരാണ് ഇതിന്റെ മേധാവിയാവുക, ആരാണ് ഇതിന്റെ മേധാവിയാവുക എന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കമാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഈ പോരാട്ടത്തിലേക്ക് നയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023 ഏപ്രിൽ 15 ഈ പോരാട്ടം തുടങ്ങുന്നത്. എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ ഈ മറ്റേ ഇയാളുണ്ടല്ലോ RSFന്റെ നേതാവ്, ഇയാള് നേരെ എന്ത് ചെയ്തു, അതിർത്തികളിൽ ഇവരുടെ ആളുകളോട് ഒരു പടയൊരുക്കത്തിനുള്ള നീക്കം നടത്തി. മാത്രമല്ല അടുത്തതായി ഇവർ ചെയ്തെന്ന് വെച്ചാല് തലസ്ഥാനമായ ഖർത്തൂമിലെ പല ഭാഗങ്ങളും അവര് പിടിച്ചെടുത്തു. അതോടുകൂടി എന്തായി, ഇത് നേരിട്ടുള്ള ഒരു പോരാട്ടമായി മാറി. എന്ന് മാത്രമല്ല ഇവര് ഖർത്തൂം ആണല്ലോ SFAയുടെ ഈ സുഡാനി സൈന്യത്തിന്റെ ആസ്ഥാനം. അവർക്ക് ഒരു ഘട്ടത്തില് അത് വിട്ടുകൊണ്ട് പോർട്ട് സുഡാനിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ RSF മിക്കവാറും സ്ഥലങ്ങൾ കൈയടക്കി. പക്ഷെ ഈ കഴിഞ്ഞ 2025 മാർച്ചോടുകൂടി ആ തലസ്ഥാനമായ ഖർത്തൂം അവര് സൈന്യം തിരികെ പിടിച്ചെടുത്തു. പക്ഷെ പോർട്ട് സുഡാനിലാണ് അവർ പ്രവർത്തിക്കുന്നത്, കാരണം ഖർത്തൂമിൽ നിന്ന് പുറത്തായതുകൊണ്ട്. ഇതാണ് ഇപ്പോഴും അവസ്ഥ. അപ്പൊ ആ പോരാട്ടം തുടർന്നു. പക്ഷേ ഇവർക്ക് ദർഫൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ദർഫൂറിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ധാതു വിഭവങ്ങൾ ഒക്കെ ഉണ്ട്. ഇതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മളെ ഈ ദഗലോ ഉണ്ടല്ലോ, ഈ RSFന്റെ നേതാവ്, ഈ ദഗലോക്ക് കുറെ ഖനികള്, സ്വർണ്ണ ഖനികളുടെ നിയന്ത്രണം നേരത്തെ ഉണ്ട്. അത് ഏതുപോലെ വെച്ചാൽ ഞാൻ ആലോചിച്ചത്, നമ്മുടെ കർണാടകയിൽ കുറച്ചു മുമ്പ് നമുക്കറിയാലോ BJPയുമായിട്ട് അലൈൻ ചെയ്ത കുറച്ച് ആളുകളുണ്ടല്ലോ, നേതാക്കന്മാരും രത്ന ഖനികളുടെ അവര് കേന്ദ്രമായിരുന്നു അവരുടേത്. അവരുടെ സ്വന്തം ഖനികൾ ഏർപ്പാടാക്കിയിരുന്നു. അവരാണല്ലോ പിന്നെ BJPയുടെ നേതൃത്വത്തിലും MP മാരൊക്കെ ആക്കിയിരുന്നു. അതേപോലെ ഈ വ്യക്തികളുമായിട്ട് ഇയാൾക്ക് സ്വർണ്ണ ഖനികളുണ്ട്. അപ്പൊ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ ഏരിയ കംപ്ലീറ്റ് പിടിച്ചെടുക്കാനുള്ള നീക്കം നടന്നു. അപ്പൊ ആ സമയത്ത് സൈന്യത്തിന്റെ കൈവശമായിരുന്നു ഈ ഏരിയകളൊക്കെ തന്നെ. അപ്പോഴാണ് ഈ കഴിഞ്ഞ പോരാട്ടം രൂക്ഷമായതോടുകൂടി സൈന്യത്തിന് പലയിടത്തുനിന്നും പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ പിൻവാങ്ങിയതാണ് അൽ ഷാഫിർ ആയിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ കേന്ദ്രം. ആ ഭാഗത്തിൽ അവസാന കേന്ദ്രം. അതിൽ നിന്ന് പിന്മാറിയതോടുകൂടിയാണ് ഈ മറ്റേ RSF എന്ത് ചെയ്ത് അതിലേക്ക് ഇരച്ചു കയറുകയും, എന്നിട്ട് അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 18 മാസം ഏതാണ്ട് 500 ദിവസം ഉപരോധമായിരുന്നു അവിടെ. അപ്പൊ നമ്മൾ ഗസയിലെ ഉപരോധത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു ഉപരോധം അവിടെ നടന്നു. അൽ ഷാഫിർ പട്ടണത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ ഉപരോധത്തിലാക്കിയിരുന്നു. 56 കിലോമീറ്റർ, ഗസയിൽ ഉപരോധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയൊരു സ്ഥലമാണ്. ഇത് 56 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉപരോധം ഉണ്ടായത്. പക്ഷെ ആ 56 കിലോമീറ്റർ അപ്പുറം കടന്നാൽ മാത്രമേ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ മറ്റുമൊക്കെ കിട്ടുകയുള്ളൂ. അത് കിട്ടാതിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ചില ആളുകൾ പച്ചിലകൾ ഭക്ഷിച്ചു, അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള ഇതുണ്ടല്ലോ, മൃഗങ്ങൾക്കുള്ള പിണ്ണാക്ക് പോലത്തെ അതൊക്കെ കഴിച്ചിട്ടാണ് കഴിച്ചത്. അങ്ങനെ ആ ഉപരോധത്തിൽ അകപ്പെട്ടിരുന്ന ജനതയാണ് ഇവരെന്ത് ചെയ്തത്, ക്രൂരമായി. അതായത് ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗസയെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ്. ഇതിന്റെ എണ്ണമായിക്കോട്ടെ, ഇതിന്റെ ഒരു വ്യാപ്തി ആയിക്കോട്ടെ, ഇതിന്റെ ഒരു ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അൽഫാഷിറിൽ നേരിടുന്നത് തീവ്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ അടുത്ത് നമ്മളൊരു വിഷ്വൽ കണ്ടു, ഒരു ഉപ്പയും മോനും തമ്മിലുള്ള സംഭാഷണമാണ്. ആ മകനെ ഉപ്പ വെടികൊള്ളുന്നതിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവർ കോൾ ചെയ്യാണ്, അല്ലെങ്കിൽ ആളുകളെ നിരത്തി ഇരുത്തിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഉപ്പ അവസാനമായിട്ട് മകനോട് സംസാരിക്കുകയാണ്, നീ സങ്കടപ്പെടരുത്, നീ ദുഃഖിക്കരുത്, ഫാമിലിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ മൊമെന്റ് ആണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ആരാണ് എപ്പോഴാണ് കൊല്ലപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു യാഥാർത്ഥ്യം. അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഉപ്പയും മകനെയും സംഭവത്തിനോട് ഒരു കാര്യം പറയാൻ വെച്ചാൽ, ഇതേപോലെ ഒരു ആള് അയാളെ ഭാര്യയെ ഇവർ രക്ഷപ്പെടാൻ ഭാര്യയെ വെടിവെച്ച് കൊന്നു. അയാൾ മക്കളുമായിട്ട് പോകുമ്പോൾ അവരെയും വെടിവെച്ച് കൊന്നു. വേറൊരു സംഭവം ഞാൻ ഇന്നലെ വായിച്ചൊരു സംഭവം വെച്ചാൽ അതും നടക്കുന്ന സംഭവം. അതായത് ഒരു മനുഷ്യന് അയാൾ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ കുറെ ആളുകളെ ഇങ്ങനെ വരും. അപ്പൊ അവരെല്ലാം പിടിച്ചു കൊല്ലാൻ വേണ്ടി തയ്യാറാക്കി നിർത്തി. ആ സമയത്താണ് ഈ കൊല്ലാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തോടൊപ്പം ഖർത്തൂമിലെ വേറൊരു സർവകലാശാലയിൽ ഒന്നിച്ചു പഠിച്ചതാണ്. സൈന്യത്തിന്റെ കൂടെ ഒന്നിച്ചു പഠിച്ചു സംഗതി. അത് കൊല്ലാനുള്ള സാധ്യത RSFന്റെ കൂടെയുള്ള ഒരാളും ഈ പിടിക്കപ്പെട്ടതിൽ ഒരാള് ഈ സംഘത്തിന്റെ ഈ മനുഷ്യന്റെ കൂടെ ഒന്നിച്ചു പഠിച്ചതാണ്. അയാൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ തന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഇയാളെ വിട്ടേക്കുന്നു. അയാളെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ളവരൊക്കെ വെടിവെച്ചു വന്നു.
ഈ മനുഷ്യൻ പറയാ ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എനിക്ക് അവിടുന്ന് എങ്ങനെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാം, കാരണം എന്റെ കൂടെയുള്ളവരൊക്കെ ഇവർ കൊന്നല്ലോ എന്നാ. അപ്പൊ അത് ഒരു ഭാഗത്ത് കാരുണ്യം പോലെ കാണിക്കാം, മറുഭാഗത്ത് അതായത് കാരുണ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരാളെ വിടുക മറ്റവരെ കൊല്ലുക. ഈ കൊല്ലപ്പെട്ടവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കുറ്റം ചെയ്തല്ലോ. അങ്ങനെ നിരപരാധികളെ ബലാത്സംഗങ്ങൾ നടന്ന നിരപരാധികൾ. അവിടുത്തെ ഒരു സൗദി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, സൗദിയാണ് അവിടെ പിന്നെ ഇത് ചെയ്ത് ഫൈനാൻസ് ചെയ്തത്. ആ സൗദി ഹോസ്പിറ്റലിലാണ് ഒരുപാട് ആളെ കൊന്നത്. അങ്ങനെയുള്ള ഒരു വളരെ വിചിത്രമായ സംഭവമാണ് നടക്കുന്നത്. ഇതിൽ വളരെ കൗതുകരമായിട്ടുള്ള സംഗതി, പല മീഡിയകൾ ഞാനിപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ പല മലയാളത്തിൽ പോലുള്ള വീഡിയോസുകൾ കാണുമ്പോൾ അവരൊക്കെ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു അടയാളങ്ങളായിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീവ്രത, അല്ലെങ്കിൽ ഇതിനെ അങ്ങനെ ഒരു അഡ്രസ്സിംഗ് ആണ് പൊതുവെ നടത്താറുള്ളത്. ഇത് അതിനപ്പുറത്തേക്ക് വളരെ കാലങ്ങളായിട്ട് സുഡാനിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവിടുത്തെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് പലരും ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ഗോത്ര ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡ്രസ്സിങ് അവിടെ നടക്കാറുണ്ട്. എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ശരിക്കും ഈ ഒരു പ്രശ്നത്തെ? അത് വളരെ കൗതുകരമായ സംഭവമാണ്. ഇപ്പം പിന്നെ ഇസ്ലാമിക് ആദ്യം അവർ ഈ വിവരമില്ലാത്ത ആളുകൾ ആദ്യം പറഞ്ഞത് വെച്ചാൽ നൈജീരിയയിലെ പോലെ അവിടെ സുഡാനിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സുഡാനിൽ 90% മുസ്ലിങ്ങളാണ്. ആ 10% ക്രിസ്ത്യാനികളല്ല, കുറച്ച് ഗോത്രവർഗ വിശ്വാസക്കാരൊക്കെ ഉണ്ട്, ചെറിയ ശതമാനം ക്രിസ്ത്യാനികളുള്ളൂ. അവിടെ ക്രിസ്ത്യാനികളല്ല തൊട്ടത്. അവിടെ ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിന്റെ ഭാഗമേ അല്ല. കാരണം ക്രിസ്ത്യാനികളുള്ള വലിയൊരു ഏരിയ എന്ന് പറയുന്നത് തെക്കൻ സുഡാനായിരുന്നു. ആ തെക്കൻ സുഡാൻ 2011 സ്വതന്ത്രമായിട്ട് പോവുകയും ചെയ്തു. അവർ ആ സ്വതന്ത്ര ക്രിസ്ത്യൻ രാജ്യം. അവിടെ 65% ക്രിസ്ത്യാനികളാണ്. അവിടെ മുസ്ലിങ്ങൾ വെറും 6.5% ഉള്ളൂ. ഏത്? സൗത്ത് സുഡാനിലെ. സൗത്ത് സുഡാനിലെ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് സുഡാൻ എന്ന് പറയുന്ന തുടക്കം മുതൽ നമുക്കറിയാം ഗോത്ര ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു പൂർണ്ണമായി ജനാധിപത്യ രീതിയിലേക്ക് പോയിട്ടുമില്ല. ജനാധിപത്യ ഭരണം എന്ന് വന്നതൊന്നും പറയാനേ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ 1956 സുഡാന് സ്വാതന്ത്ര്യം നേടുന്നത്. അതെ, 1956 ജാനുവരി 1 എന്റെ ഓർമ്മ സ്വാതന്ത്ര്യം നേടിയത്. അതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ആംഗ്ലോ ഈജിപ്ഷ്യൻ സുഡാൻ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷും ഈജിപ്തും കൂടി ഒരുമിച്ച് ബ്രിട്ടീഷ് തമ്മിലുള്ള. അതെ. അപ്പോ അന്നത്തെ ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിക്കും അന്നത്തെ ഈജിപ്ഷ്യൻ നേതാവ് മറ്റേ അബ്ദുൽ നാസർ ഉണ്ടല്ലോ, ജമാൽ അബ്ദുൽ നാസർ, ഇവർ രണ്ടാളുമാണ് ഇതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അതായത് ഇപ്പോ ഈ കോമൺവെൽത്ത് കൺട്രീസിന്റെ തലപ്പത്ത് ഉണ്ടാവുന്ന ഈ ബ്രിട്ടീഷ് രാജ്ഞിയാണല്ലോ, ഇപ്പൊ രാജാവ് ആണല്ലോ ഉണ്ടാവുക. അപ്പൊ ഓസ്ട്രേലിയയുടെ ഒക്കെ തന്നെ ഹെഡ് ഓഫ് എന്ന് പറയുന്ന അവരാണ്, ന്യൂസിലാൻഡ്, അങ്ങനെ കോമൺവെൽത്ത്. പക്ഷെ അതുപോലെ ഉള്ള ഒരു സംവിധാനമായി നടത്തിയത്. അപ്പോൾ 1956 സ്വാതന്ത്ര്യം നേടിയതോടുകൂടിയാണ് ഇത് സുഡാനിലേക്ക് പോകുന്നത്. പക്ഷേ സ്വാതന്ത്ര്യം നേടിയിട്ട് പോലും 1956 സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ ആയിരുന്നില്ല സുഡാന്റെ ഭരണത്തിൽ വന്നത്. മറിച്ച് ഒരു കൗൺസിലാണ് നയിച്ചത്, 5 അംഗ കൗൺസിൽ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഗവൺമെന്റ് സാധാരണഗതിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം എന്താ സംഭവിക്കാന്ന് ചിലപ്പോൾ ഒരു ഇന്റർം പീരീഡ് ഗവൺമെന്റ് ഉണ്ടാക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, എന്നിട്ട് ഭരണം കൈമാറുകയും ചെയ്യാം. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇവർക്ക് തമ്മിൽ ഏകീകൃതമായ അഭിപ്രായമില്ല. പല ദേശീയവാദികളുണ്ട്. അങ്ങനെ അവരൊരു കൗൺസിലാണ് ഭരണം കൈയാളിയത്. 2 വർഷമാണ് അങ്ങനെ പോയിട്ടു. 1958 ആ കൗൺസിലിനെ പിടിച്ചെടുത്തു. ഇബ്രാഹിം അബു എന്ന് പറയുന്ന ഒരു പട്ടാള നേതാവ് അതിന്റെ നിയന്ത്രണം കൈയാളി. അയാൾ 69 വരെ അയാളായിരുന്നു അതിന്റെ നിയന്ത്രണം. അതിന്റെ ശേഷം 69 ഈ ജാഫർ നുമൈർ എന്ന് പറയുന്ന മറ്റൊരു ആള് വരുന്നത്. അദ്ദേഹം സൈനിക ചെറിയൊരു കൂവന്നെയാണ്. പക്ഷെ രൂക്ഷി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു കൂവിലൂടെയാണ് വന്നത്. അപ്പൊ ഈ ജാഫർ നുമൈർ 69 വന്നു. അദ്ദേഹം ആദ്യം വന്നിട്ട് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ക്രമമൊക്കെ ഉണ്ടാക്കി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പോലെ ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം 2ാമത്തെ ടേമിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റായി മാറുന്ന കണ്ടത്. ഇസ്ലാമിക വൽക്കരണം അദ്ദേഹത്തിനായി. അതിനുള്ള ഇതൊക്കെ നടന്നു. പക്ഷെ അദ്ദേഹം പോയി. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഞാൻ വിശദമായി പിന്നീട് വേണമെങ്കിൽ പറയാം. ഇതാണ് അതിന്റെ അവസ്ഥ. ഇതിൽ ഇന്റർനാഷണൽ മീഡിയകൾ പലപ്പോഴും പല ആളുകളും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളുടെ ഒരു കൗതുകം ഈ ഫലസ്തീനിന് കൊടുക്കുന്ന ഒരു മീഡിയ അറ്റൻഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു മീഡിയ അറ്റൻഷൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ പോലും പലരും ചോദിക്കുന്ന ഒരു സംഗതിയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ പോലും മീഡിയകൾ ഇത്രത്തോളം ഇതിനെ അഡ്രസ്സ് ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ വായിച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നൊരു സംഗതി ഇത് റിസോഴ്സിന്റെ കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് സുഡാനിൽ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇവർ കാണുന്നില്ല, അല്ലെങ്കിൽ എണ്ണയുള്ള ഭാഗങ്ങൾ സൗത്ത് സുഡാനായി മാറിയതിനു ശേഷം അവിടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക്
ഒരു പീസ് പ്രോസസ്സിന് സാധ്യമായി. പക്ഷേ സുഡാനിലേക്ക് എത്തുമ്പോൾ അവിടെ അത്ര പ്രധാനം അല്ലാത്തത് കൊണ്ട് ഈ രാജ്യങ്ങൾക്കൊന്നും അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വായന. എന്താണ് അതിലേക്ക് നിങ്ങൾക്ക് ഒരു ആഡ് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ? അതെ, താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് സുഡാന്റെ എണ്ണ ഉള്ള ഭാഗം 84% എണ്ണയുള്ള മേഖലയാണ് ഈ സൗത്ത് സുഡാനിലേക്ക് പോയത്. അത് സുഡാന് വലിയൊരു നഷ്ടമാണ് വന്നത്. ഈ സൗത്ത് സുഡാന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം 1970-ൽ ആരംഭിച്ചിരുന്നു. ജനറൽ ഗൊരങ് അദ്ദേഹമായിരുന്നു നേതൃത്വം നൽകിയത്. കുറെ വർഷം അദ്ദേഹം അതിന് പിന്നാലെ നടന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ എഡ്യൂക്കേറ്റഡ് എക്കോണമിസ്റ്റ് ആയിരുന്നു. പക്ഷെ മൂപ്പര് ഇതിനു വേണ്ടി പ്രക്ഷോഭം നടത്തി അദ്ദേഹത്തിന്റെ കീഴിലാണ് സുഡാനീസ് ലിബറേഷൻ ആർമി ഉണ്ടാക്കിയത്. കുറെ അങ്ങോട്ട് കലാപം നടന്നു. അങ്ങനെ ഒരു തലവേദന അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഉമർ ബഷീറിന്റെ കാലത്ത് ഇത് ശക്തിപ്പെട്ടപ്പോൾ ഉമർ ബഷീറിന് ഇത് എങ്ങനെ പരിഹരിക്കണമെന്നുണ്ട്. ഈ ഉമർ ബഷീർ യഥാർത്ഥത്തില് 1989 അധികാരത്തിലേറുമ്പോൾ മൂപ്പര് അന്ന് ജാഫർ നുമൈരി അല്ല, അതിന് ശേഷം വന്ന സാദിഖുൽ മെഹദിയെ അട്ടിമറിച്ചാണ് ഈ ബഷീർ വരുന്നത്. സാദിഖുൽ മെഹദി ഒരു ഇസ്ലാമിസ്റ്റ് ആളാണ്. അപ്പൊ സാദിഖുൽ മെഹദിക്കെതിരെയുള്ള അന്ന് അദ്ദേഹം സൈനിക മേധാവി, അദ്ദേഹത്തിന്റെ ആരോപണം, പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് വെച്ചത് ഇവർക്ക് ഇതിനു വേണ്ടിയിട്ട് വഴിവിട്ട് നീക്കം നടക്കുന്നു സൗത്ത് സുഡാന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതേ ബഷീറാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, 2015 ഈ തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൗത്ത് സുഡാൻ അങ്ങ് വിട്ടുകൊടുക്കുന്നത്. അത് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദവും വന്നു. അങ്ങനെയാണ് അദ്ദേഹം അത് വിട്ടുകൊടുക്കുന്നത്. 2015 പോകും. പക്ഷെ 2015 പോയിട്ട് ഇന്നും ആ സൗത്ത് സുഡാൻ ലോകത്തിൽ ഏറ്റവും എന്താ പറയാ ദാരിദ്ര്യ രാജ്യങ്ങളൊന്നാണ്. കാരണം ഏറ്റവും വിഭവങ്ങളുള്ള എണ്ണ ഏറ്റവും കൂടുതൽ രാജ്യമാണല്ലോ. അപ്പോൾ അവര് പോലും അവിടെയും ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത്, നമുക്കറിയാലോ. അവിടെ നടക്കുന്ന അഴിമതിയുടെ ഒരു ചിത്രം വേറെയുണ്ട്. അപ്പോ ഈ നമ്മുടെ ഈ പറയുന്ന സുഡാന്റെ മറ്റു ഭാഗങ്ങളിൽ ധാതു വിഭവം നേരത്തെ പോലെ ഇതുമുണ്ട്, എന്താ പറയാ ഗോൾഡ് മൈൻസ് ധാരാളം റിസോഴ്സസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ദഗാലോ എന്ന് പറയുന്ന ആളുടെ കൈവശമാണ് ഗോൾഡ്. അപ്പൊ ഇദ്ദേഹത്തിന് ആ ആയുധങ്ങള് പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പുതിയ ആരോപിക്കപ്പെടുന്ന UAE ആണ്. UAE വല്ലാതെ ഇതിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് എന്നുള്ളത്. സുഡാനെ കുറിച്ച് ആളുകൾ അറിയുമ്പോൾ തന്നെ അറിയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സീരീസ് ആണ് UAEക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ. അപ്പൊ അതിൽ ആളുകൾക്ക് കൗതുകം കൂടുകയാണ്. കാരണം UAEയുമായിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുമായി ബന്ധം UAE അതിശക്തമായിട്ടുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തരത്തിൽ ആളുകൾക്ക് ഉള്ളൊരു ഡൗട്ട്, സുഡാനിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ UAEക്ക് ഇതിലുള്ള പങ്ക് എന്ത് എന്നുള്ളതാണ് കൂടുതൽ അറിയാൻ താല്പര്യം. അപ്പൊ ഞാൻ ഇതിനെ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയൊരു സംഗതി, ഈ ഒരു ജഞ്ചവീദ് ഫോഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് വർക്ക് ചെയ്തിരുന്ന ഏരിയ സുഡാനിൽ മാത്രമല്ല എന്നിങ്ങനെ വായിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് റെഫ്യൂജികളെ നേരിടാനും അതിർത്തികളിലൊക്കെ ഈ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തലുകൾ ചെയ്തിരുന്നു എന്ന് കേട്ടു. അപ്പൊ ഇതിന്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ കൈകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ UAE ഉണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗീകാരങ്ങളോട് കൂടിയായിരുന്നു ഇവർ പ്രവർത്തിച്ചതെന്ന് പറയുന്നു. അതുപോലെ ലിബിയയിലും യമനിലും ഒക്കെ ഹൂതികളുടെ കൂടെ പ്രോക്സി വാറുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഒരു സൈന്യത്തിന് RSFനൊക്കെ പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് തരത്തിൽ ആളുകളുടെ കൈകൾ ഇതിൽ പതിച്ചിട്ടുണ്ട് എന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് വിശിഷ്യ UAE കുറിച്ചാണ് ആളുകൾക്ക് കൂടുതൽ അറിയേണ്ടത്. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗസയ്ക്ക് ശേഷം ബോയ്ക്കോട്ട് UAE അല്ലെങ്കിൽ ഇസ്രായേൽ ഈസ് ഈക്വൽ ടു UAE എന്ന തലത്തിലേക്ക് ആഖ്യാനങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതെ, അത് യഥാർത്ഥത്തില് UAE അതിന് ആയുധങ്ങളും പണവും നൽകുന്നുണ്ട് എന്ന ആരോപണം ശക്തമാണ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്വർണമാണ് വിഷയം. UAE ദുബായ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കയറ്റുമതി വിഷയത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഹബ്ബാണ്. അപ്പം അവിടേക്കുള്ള സ്വർണം അധികം ഇവിടെ നിന്നാണ് വരുന്നതെന്നും ഇതിൽ RSF അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണങ്ങളാണ് പറഞ്ഞത്. അതിൽ കുറെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിന് പുറമെ ഈ RSF മൊസാദുമായിട്ട് പോലും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം. 2023 ഈ പ്രശ്നം ആരംഭിക്കുന്ന സമയത്ത് മൊസാദിന്റെ അന്നത്തെ ചീഫ് UC കോഹനുമായിട്ട് ഈ ദഗാലോ ഒരു ചർച്ച നടത്തി. അദ്ദേഹം പോയത് സ്ഥലം എവിടെയാണ് ചർച്ച നടന്നത് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രൈവറ്റ് വിമാനത്തിലാണ് അദ്ദേഹം പോയതെന്നും അതിലെ ഈ പറഞ്ഞ രാജ്യത്തിന്റെ ഒരു അറിയപ്പെടുന്ന ആള് അദ്ദേഹത്തിന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. നല്ല ന്യൂ അറബ് എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല കേന്ദ്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. അത് ഒരു സംഭവമാണ്. അതിനു മുമ്പ് വേറൊരു വിഷയമുണ്ട്. ഈ സുഡാനീസ് ഫോഴ്സിന്റെ നേതാവ് മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ബുർഹാൻ അതിനു മുമ്പ് നെതന്യാഹുമായി ചർച്ച നടത്തിയിരുന്നു. നോർമലൈസേഷനിലേക്ക് സുഡാൻ പോകുന്നത് സുഡാൻ പോകുന്ന ഘട്ടത്തിലാണല്ലോ. പക്ഷേ നോർമലൈസേഷൻ ഘട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ ഇതുവരെ ആയിട്ടില്ല എന്നാണ് ഒരു വസ്തുതയാണ്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ആ സമയത്ത്
പ്രശ്നങ്ങൾ വന്നു. പിന്നെ ആദ്യം മറ്റേ കോവിഡിന്റെ പ്രശ്നം വന്നു. പിന്നീട് ഇവർ തമ്മിൽ ആഭ്യന്തര കലഹം വന്നതോടുകൂടി അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ RSFന് ആവശ്യമായ സഹകരണങ്ങൾ ഇവർ നൽകുന്നുണ്ടെന്ന് മാത്രമല്ല, RSFനെ അനുകൂലിച്ചുകൊണ്ടുള്ള പല പ്രസ്താവനകളും ഇസ്രായേലിന്റെ ഔദ്യോഗിക മീഡിയയിൽ നിന്ന് പോലും പുറത്തു വരികയുണ്ടായി. ഇസ്രായേലിന്റെ ഔദ്യോഗിക മീഡിയ എന്ന് പറയുന്നത് അറബ് മീഡിയ ഉണ്ട് ഇസ്രായേൽ കൈവശം വെച്ച്. ആ അറബ് മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ധാതു വിഭവങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമമായത് കൊണ്ട് തന്നെ ആവണം പല രാജ്യങ്ങളും ഇവിടെ ഡയറക്റ്റ് ഇവിടെ അഡ്രസ് ചെയ്യാൻ മടിക്കുന്നു. കാരണം അവർക്ക് അതിൻ്റെതായ പങ്ക് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത് വലിയൊരു ഏരിയ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നൈലിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ സുഡാന്റെ ഒരു ഏരിയ മുഴുവൻ നൈൽ നദി സുഡാനിലൂടെ ഒഴുകുന്നുണ്ട്. ഈജിപ്തിന് മാത്രമല്ല, വലിയൊരു വളരെ ഇതാണല്ലോ. അപ്പൊ ആ നൈൽ മാർഗം എന്ന് പറയുന്നത് നൈല് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അപ്പൊ അതിന്റെ നിയന്ത്രണം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ഇതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ രണ്ടും വിഘടിച്ചപ്പോൾ ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ അനൗദ്യോഗികമായ ചർച്ച നടന്നിട്ടുണ്ട്. രണ്ടിന് നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ചർച്ചകളൊന്നും വിജയിച്ചില്ല. ആ വിജയിക്കാതിരിക്കാൻ കാരണം മറ്റേ വിഭാഗം RSF അതിന് വേണ്ടത്ര അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. എന്താ കാരണം വെച്ചാല് ഈ ഔദ്യോഗികമായി സുഡാനി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അഥവാ UN അംഗീകരിച്ചിരിക്കുന്നത് ഈ SFA ആണ്. SAF ആണ് അംഗീകരിച്ചത്, ഒഫീഷ്യൽ സുഡാനീസ് ആർമിയെ. അവർക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റവരെന്ത് ചെയ്തു? RSF അവരുടേതായ ഗവൺമെന്റ് വേറെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് പീസ് ഗവൺമെന്റിന്റെ പേരാറ്റു കൗതുകരോ, പീസ് ആൻഡ് യൂണിറ്റി ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഒരു യൂണിറ്റിയും ഇല്ല, ഒരു പീസും ഇല്ല. അവർക്കിടയിലുള്ള യൂണിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവര് പ്രഖ്യാപിച്ചത് മാത്രമല്ല, പ്രഖ്യാപിച്ചത് എവിടെ നിന്നാണ്? ഡാർഫൂറിലെ അൽജുബൈർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാളെ പ്രസിഡന്റ് ആക്കി പ്രഖ്യാപിച്ചു, ദഗ്വാലെ. അപ്പൊ ഈ രൂപത്തിൽ പോകുന്നു. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു വ്യക്തമായ ചർച്ചകളോ ഒരു വെടിനിർത്തൽ ഇതോ വരുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നേരത്തെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പോ രണ്ട് വിഭാഗത്തെയും ഈ രണ്ട് വിഭാഗത്തിന്റെ പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ സംഭവം കൊണ്ട് ചാടി ഇപ്പുറത്ത് എത്യോപ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ RSFന്റെ കൂടെയുണ്ട്. അത് മറുഭാഗത്ത് ഔദ്യോഗിക സേനയോടൊപ്പം പിന്തുണ നൽകിയിട്ടുള്ളത് ഈജിപ്തും ഇറാനും അതേപോലെ തുർക്കിയും ഒക്കെ തന്നെ ഇതിന് അനുകൂലമാണ്. ഇപ്പൊ ഖത്തർ പോലും അവർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒഫീഷ്യൽ സുഡാനീസ് ആർമിയുടെ കൂടെയാണ്. സുഡാനീസ് ആർമിയുടെ കൂടെയാണ്. കാരണം വെച്ചാല് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് വെച്ചാല് സുഡാന് രണ്ടാമതും ഒരു വിഭജനത്തിന് സുഡാന് പോകരുത് എന്നാണ്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഔദ്യോഗികമായ ഇപ്പൊ ലിബിയ നമ്മുടെ മുമ്പിലുള്ള മികച്ച ഉദാഹരണമാണ്. ലിബിയയിലെ ട്രിപ്പോളി ആസ്ഥാനമായിട്ട് ഒരു ഗവൺമെന്റ്, അതാണ് ഇന്റർനാഷണലി അംഗീകരിച്ചിരിക്കുന്ന ഗവൺമെന്റ്. അതേസമയം മറുഭാഗത്ത് ബെങ്കാസിയിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെ ഇദ്ദേഹം ഹഫ്തറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. അദ്ദേഹമാണ് ഈ ഹഫ്തർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവിടെ ലിബിയെ കുട്ടിച്ചോറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഈ ഹഫ്തർ എന്ന് പറയുന്നത്. ഇയാളും ഈ RSFന് എല്ലാ സപ്പോർട്ടും മാത്രമല്ല ഡ്രോണുകൾ വരെ നൽകുന്നുണ്ടെന്നാണ്. കാരണം ഇവർക്ക് ഡ്രോൺ കിട്ടുന്നുണ്ട്, മറ്റു പലയിടത്തും ആ ഡ്രോണുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സുഡാനിലേക്ക് ഡ്രോൺ വിതരണം വരെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ 2011 വിട്ടുപോയ സൗത്ത് സുഡാനിന് പുറമെ മറ്റൊരു ഇതും കൂടി വിഭജനം കൂടി വരരുത് എന്ന ഉദ്ദേശമാണ് ഈജിപ്തിനൊക്കെ ഉള്ളത്. കാരണം അത് ഉണ്ടാവുന്നത് അവർക്ക് നഷ്ടമാണ്. പിന്നെ ഈജിപ്തിനെ സംബന്ധിച്ചുകൊണ്ട് ഈജിപ്ത് നേരത്തെ തന്നെ സുഡാന്റെ മുൻ ഭരണാധികാരികളായിരുന്നു ഈജിപ്ത്. അപ്പൊ അവർക്കും അത് സുഡാൻ അങ്ങനെ വരുമ്പോൾ ഇത് സംഭവിക്കുന്ന പറഞ്ഞാല് അഭയാർത്ഥികൾ ഒഴുക്കുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. പലായനം വലിയൊരു പ്രശ്നമാണ്. ഗസയില് നമ്മള് മാക്സിമം ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഇവിടെ കോടികളുടെ കണക്കാണ് ഈ ഒരു വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ അടുത്ത് ഇപ്പോ 2 ദിവസം മുമ്പൊക്കെ ഹുതുബകളിലൊക്കെ ഊന്നി പറയുന്ന ഒരു സംഗതി കൂടി പണ്ഡിതന്മാർ, സുഡാനികളായ എക്സൈലിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു സംഗതി, ഇതിന് ഏറ്റവും കൂടുതൽ ചരട് വലിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് ഈ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലേറ്റവും കൂടുതൽ ഉപകാരപ്പെടുകയും ചെയ്യുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്ലാനിന് തന്നെയാണ് എന്നുള്ള തരത്തിൽ ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിക്കാനുള്ള കോപ്പ് കൂട്ടുകയായിരുന്നെങ്കിൽ അത് സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടുമായിരുന്നു. അതല്ല, ഇവരുടെ താല്പര്യങ്ങളും ഇവരുടെ കൈകളും ഉള്ളത് കൊണ്ടാണ് ഇത് നീണ്ട് ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണം അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ സ്ഥൈര്യത്തോടു കൂടി നിലനിൽക്കണം എന്ന് ഖുതുബയിലൊക്കെ അവരാക്കി പറയുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ തന്നെയാണോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ആണോ ഇതിന്റെ ഏറ്റവും കൂടുതൽ വലിയ ഒരു വിന്നേഴ്സ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത് ഈ ഒരു അവസരത്തിൽ?
ഇസ്രായേൽ ഒരിക്കലും തന്നെ മറക്ക് മുമ്പിൽ ഉണ്ടാവില്ല. അവർ പിന്നിൽ വെച്ചിട്ടാണ് കളികൾ ആരംഭിക്കുക. അത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ ഉദാഹരണം എബ്രഹാമിക് കരാർ പോലും യഥാർത്ഥത്തിൽ അറബ് മുസ്ലിം ലോകത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിപാടി ആയിരുന്നു നമുക്കറിയാലോ. അപ്പൊ സൗദി അറേബ്യയും കൂടി അവരതിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തി ഏതാണ്ട് ഒപ്പിടുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് തൂഫാൻ ലക്സ വരുന്നത്. അതുകൊണ്ടാണല്ലോ സൗദി പിന്നോട്ടായത്. അതുകൊണ്ട് കുറെ പിന്നോട്ട് അടിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷെ അവര് രണ്ട് ഗൾഫ് രാജ്യങ്ങളെ അതിൽ കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചു. പിന്നെ സുഡാനെയും മൊറോക്കോയും അവർ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗസ ഇഷ്യൂ വന്നതോടുകൂടി ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നേരത്തെ ബന്ധമുള്ള രാജ്യങ്ങൾ വിട്ടുപോകുമ്പോഴാണ് മുസ്ലിം ലോകം ഇവരുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഡാന് ഇവർക്ക് വലിയൊരു കയ്യേറ്റം വെച്ചാൽ സുഡാൻ ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല റിസോഴ്സസിന്റെ രാജ്യമാണ്. അങ്ങനെ എബ്രാഹിമിക് കരാറിലൂടെ അടുത്ത ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് നേർക്ക് നേരെ വന്ന് പോകാനുള്ള എല്ലാ അവസരവും കിട്ടും. ഇപ്പം തന്നെ നേരത്തെ ബുർഹാനുമായി നടത്തിയ ഇത് നെതന്യാഹു ഒപ്പിട്ട ഒരു ഡോക്യുമെന്റില് ഇസ്രായേലി വിമാനങ്ങൾക്ക് സുഡാനിന്റെ എയർ സ്പേസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ബന്ധം വന്നിട്ടില്ലെങ്കിലും എയർ സ്പേസ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ഇസ്രായേൽ കയറും. ഇപ്പൊ ബഹ്റൈനിലും പിന്നെ യു എയിലൊക്കെ തന്നെ അവരിപ്പോ കംപ്ലീറ്റ്. ഇപ്പൊ യു എ സംബന്ധിച്ച് യു എ ഇപ്പോൾ ഇസ്രായേലിൽ സ്വന്തമായി എംബസി കെട്ടിടം വാങ്ങാൻ സ്ഥലം വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത്രയും സിമെന്റിങ് ദെയർ ടൈസ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ ഗസ പോലെയുള്ള വംശഹത്യ, ഭീകരമായ വംശഹത്യ നടന്നിട്ട് പോലും അതിന് ഒരു പ്രതികരണം പോലും മുസ്ലിം ലോകത്ത് നിന്ന് വേണ്ടിടത്ത് ഉണ്ടാവില്ല എന്ന ഒരു വസ്തുത നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഡാനിൽ ഇപ്പോൾ അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സുഡാനിലും കൂടി ചെയ്യാൻ. പക്ഷെ അത് നടക്കാതിരിക്കണമെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഇടപെടേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ് നമ്മളെ ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ പുസ്തകമുണ്ട് ഇലാൻ പാപ്പയുടെ ഇസ്രായേൽ ഓൺ ദ ബ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഇറങ്ങിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ക്ലിയർ പറയുന്നുണ്ട് ഇസ്രായേല് സയനിസം നശിക്കാനുള്ള സാധ്യത അദ്ദേഹം ഉണ്ട്. പല കാരണം അദ്ദേഹം പറയാം. ഞാൻ വിഷയത്തിന്റെ ഭാഗമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലേറ്റവും വലിയൊരു കുരുതി ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിലേറ്റവും വലിയൊരു ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൊല്ലപ്പെടുന്നു. ആളുകൾ ഈ ആളുകളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടക്കൊലകൾ നടത്തുമ്പോഴുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വരുമ്പോൾ തന്നെ ഇത് അവർ അറിഞ്ഞുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് വളരെ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടുള്ള അവർ റെക്കോർഡ് ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതും അതിൽ ആനന്ദം കണ്ടെത്തുന്ന രീതിയിലാണ്. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മനോഗതിയിലേക്ക് ഈ ആളുകൾ എത്തിപ്പെടുന്നത്? അല്ലെങ്കിൽ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിന് അവകാശമുണ്ട് ഈ ഒരു കൂട്ടക്കൊലകൾ നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാൻ മരത്തിലൊക്കെ കെട്ടി തൂക്കിയിടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ നടത്താൻ അവർക്ക് അവകാശമുണ്ടെന്ന് അവർ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ ഈ ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഈ കൊല്ലുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഇത് ഞങ്ങളുടെ ഹക്കാണ് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിൽ ഇപ്പോൾ അടുത്ത് പോലും കുറച്ച് ആളുകൾ ചോദിക്കുകയുണ്ടായി, ഇത് ഒരു തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രമല്ലേ നമ്മളെ അല്ലാഹു അക്ബർ അവർ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രം ഇവരെ ആസ്വദിച്ച് ഈ ഒരു കൂട്ടക്കൊല നടത്തുന്നു എന്ന് പറയുമ്പോൾ നൽകുന്നു എന്നുള്ളതാണ് പലരുടെയും ആശങ്ക. എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇങ്ങനെ ഈ ഒരു മനോഭാവത്തെ? ഇത് സംബന്ധിച്ചിട്ട് അൽ ജസീറയിലെ ഒരു ആർട്ടിക്കിൾ, അൽ ജസീറ വെബ്സൈറ്റിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് മൊസാദ്, ഇസ്രായേലിലെ മൊസാദും ഈ RSFും നടത്തുന്ന പ്രവർത്തനങ്ങളെ ഉള്ള സാമ്യങ്ങളെ കുറിച്ചിട്ട്. കാരണം അവര് എന്താ വെച്ചാൽ ഇസ്രായേൽ എന്താ പറയുക, ഇസ്രായേൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുമ്പിൽ പറയുന്ന വെച്ചാൽ നമ്മുടെ പോരാട്ടം എന്ന് നമ്മളെ അവകാശമാണ്, കാരണം നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്, അത് എക്സസീവ് ആണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. എന്നിട്ട് എല്ലാറ്റിനും ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ഈ യുദ്ധം ബോംബിടുന്നതിന് മുമ്പ് ഞങ്ങള് കടലാസ് കൊടുക്കുന്നു, ജനങ്ങളെ മാറ്റുന്നു, ഇതൊക്കെയാണല്ലോ രവീന്ദ്രന്മാർ കൂടെ പ്രചരിപ്പിക്കുന്നതാണല്ലോ. ഇസ്രായേൽ എല്ലാം പറഞ്ഞിട്ട് വളരെ ആളുകളൊക്കെ രക്ഷിച്ചുകൊണ്ടാണെന്നുള്ളതാണല്ലോ. ആ മുറകള് ഒക്കെ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ RSFന്റെ ഈ പോരാളികൾ ചെയ്യുന്നുണ്ടെന്നുള്ള. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിക്രൂരമായ സംഭവമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ വെടിവെച്ച് കൊല്ലുക. ഇപ്പോ ഈ ഒക്ടോബർ 26 ആദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ അതിന്റെ പോയിന്റിലേക്ക് അന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ട്, അന്ന് 26 ഇവർ പിടിച്ചടക്കിയ അന്ന് ആദ്യം അവർ ചെയ്ത ആരെന്നറിയോ, സുഡാനിൽ ഒരു വനിതാ MP ഉണ്ട്, മുൻ MP, അവരെ കൊല്ലുക ചെയ്തത്. അവരെ ആകെയുള്ള കൊല്ലാൻ അവരെന്താ ചെയ്തറിയോ, അവര് ഈ ഉപരോധത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് സ്വന്തം കിച്ചൺ നടത്തിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നൊരു പണി അവർ ചെയ്യുന്നത്. അതിന്റെ പേരിൽ അവരെ വെടിവെച്ച് കൊന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നാലെ വരുന്ന വാർത്തകളാണ് ഈ കൂട്ടക്കൊലയുടെ വാർത്തകൾ പിന്നീട് വരുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സത്യത്തിൽ ഇസ്രായേലിനെ പോലെയുള്ള
IDF-നെ പോലെയുള്ള സംഘങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ISIS പോലെയുള്ള വിഭാഗത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേർക്ക് നേരെ പങ്കില്ലാത്ത ബന്ധമില്ലാത്ത ആളുകളെ കൂട്ടക്കൊല ചെയ്യുക എന്നത് ഒരു സംസ്കൃത സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലെ ഈ ജനീവ കൺവെൻഷൻ പ്രകാരം ഒക്കെ തന്നെ വലിയ കുറ്റമാണല്ലോ. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ടും പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെടാൻ മടിക്കുന്നു എന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് എന്താ പറഞ്ഞത്, നൈജീരിയയിലെ ഇടപെടും, നൈജീരിയ ക്രിസ്ത്യാനികളെ കൊല്ലപ്പെടുന്നു, ഞാൻ ഇടപെടുന്ന പറഞ്ഞത്. അപ്പം പോലും ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് കാരണമുണ്ട്, അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളാണ് ഇവിടെ പിന്നെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു കാരണം. പിന്നെ അതാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത്ര ഒരു വലിയൊരു ക്രൈസിസ് നേരിടുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ അവിടെ കുട്ടികൾ കൊല്ലപ്പെടുക? അവിടെ ഓൾറെഡി സുഡാനിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭക്ഷണമില്ലായ്മ വളരെ രൂക്ഷമാണ്, ജോലി, എക്കണോമിക്കൽ ക്രൈസിസ് ഒരു ഭാഗത്തുണ്ട്, എല്ലാ തലത്തിലുമുള്ള ക്രൈസിസ് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ സിവിലിയൻസ്, പാവപ്പെട്ട ഫാമിലികൾ, അവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഒന്നും അറിയാത്ത കുട്ടികളും ഒക്കെ ഇതിലേക്ക് വലിച്ചേക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഇതിനെ ഈ സുഡാനിൻ്റെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കും? സ്വാഭാവികമായിട്ടും ഇത് നീണ്ടുപോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇതിനുള്ള പീസ് പ്രോസസ്സുകൾ മുന്നിൽ കാണാത്തൊരു സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത് ഫ്യൂച്ചറിനെ ബാധിക്കുക, അല്ലെങ്കിൽ സുഡാനിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? സുഡാനിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് പറയുന്നത് 4 കോടി ജനങ്ങള് പിന്നെ വർഷത്തിൽ $750 മാത്രം വരുമാനം എന്നാണ്. മാസത്തിലല്ല, വർഷത്തിൽ $750 ആണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. GDP. അപ്പൊ അവരുടെ വരുമാനം അത്ര 4 കോടി ആളുകൾക്ക് അത്രയാണ് വരുമാനം എന്ന് പറയുന്നത്. $750 വീതം ഒരു കൊല്ലത്തെ 12 മാസം എന്ന് പറഞ്ഞാല് പിന്നെ 60 ഡോളറാണ് ഒരു മാസം എന്ന് പറയുന്നത്. ഡോളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ സംഖ്യയല്ലേ. ഇപ്പൊ നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് അവര് അത്ര ആളുകൾ ഈ പൊസിഷനിലാണ് ഉള്ളതെന്ന് പറയുന്നത്. മാത്രമല്ല അവിടുത്തെ പട്ടിണി എന്ന് പറയുന്നത്, പിന്നെ പട്ടിണിയുടെ സുഡാന്റെ ഈ ദാരിദ്ര്യ ഇൻഡെക്സിൽ സുഡാന്റെ സ്ഥാനം 186ആണ്. 186ാമത്തെ രാജ്യത്തിലാണ് ഇൻഡെക്സ്. GDP-ന്റെ കാര്യം പറയണ്ട. സുഡാനീസ് ധനമന്ത്രി കഴിഞ്ഞ വർഷം പറഞ്ഞത് അവരുടെ പിന്നെ വരുമാനത്തിൽ 80% ഇടിവ് വന്നു. ആലോചിച്ച് നോക്കണോ, 80%. ഒരു രാജ്യത്തിന്റെ വരുമാനത്തിൽ 80% ഇടിവ് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ രാജ്യത്തിന്റെ അവസ്ഥ? അപ്പം നികുതി കിട്ടുന്നില്ല, നികുതി പിരിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ രാജ്യം അങ്ങനെ കുട്ടിച്ചോറായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ കുട്ടികൾ വിദ്യാഭ്യാസം പറയേണ്ട, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. കുട്ടികൾക്ക് ഭക്ഷണം പോലും ഇല്ലാത്തൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുക. അപ്പോ പിന്നെ ഇന്റർനാഷണൽ ഇപ്പൊ UN-ന്റെ ഒഫീഷ്യൽസിനെതിരെ പോലും ഈ RSF-ന്റെ ആക്രമണം നടന്നു പറഞ്ഞത് എത്ര നമ്മൾ ഫലസ്തീൻ നമ്മൾ കണ്ടതിന്റെ മറ്റൊരു പകർപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും തന്നെ ഇതൊരു നമ്മൾ എന്താ പറയേണ്ടത്, മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ പോരാട്ടമല്ല, മറിച്ച് വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള പോരാട്ടമാണ്. പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലാണ് ഇതിനെ കാണേണ്ടി വരിക. അതായത് മതത്തിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ, മതവുമായിട്ടൊരു ബന്ധം ഇതിലില്ല. യഥാർത്ഥത്തില് മതവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ശരിക്കും പറയേണ്ടതുണ്ട്. കാരണം കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളായത് സ്വാഭാവികമായി അവിടെ അത്രയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മസാലിത്ത് എന്ന് പറയുന്നത് നോൺ അറബ് വംശജരെയാണ് അവർ കൊല്ലുന്നത്. അപ്പൊ മസാലിത്ത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമാണ്, അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് അതാണിപ്പോ നടക്കുന്നത്. മുമ്പ് ദാർഫൂറിന്റെ തുടക്കത്തിൽ കാര്യങ്ങളും ഇപ്പോഴും 5 ദാർഫൂർ ഏരിയകളിൽ സ്റ്റേറ്റിലും ഈ മസാലിത്ത് വിഭാഗം വലുതായിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു റെസ്പോൺസ് ഇതിൽ എന്തുകൊണ്ടായിരിക്കും? മീഡിയ അറ്റൻഷൻ ഇപ്പോൾ പൊതുവെ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ തന്നെ അവിടെ മീഡിയ അറ്റൻഷൻ പൊതുവെ പോകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ കവറിങ്ങും അല്ലെങ്കിൽ പല മീഡിയകളും അവിടെ എത്താറുണ്ട്, അത് റെക്കോർഡ് ചെയ്യാറുണ്ട്, അതിന് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താറുണ്ട്. പക്ഷെ ആ ഒരു തരത്തിൽ ഇവിടെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പുറത്തു വരാതിരിക്കുകയോ അവർ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. അവരെന്നെ റെക്കോർഡ് ചെയ്തിട്ട് അവർ ഔട്ട് ചെയ്യുന്ന വീഡിയോസ്. എന്തുകൊണ്ടായിരിക്കും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റികൾ ആ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സുഡാൻ്റെ കാര്യത്തിൽ എടുക്കാതിരിക്കുന്നത്? ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനുകൾ നടക്കേണ്ടതുണ്ട്. ആ പല റെക്കോർഡിങ്സും കാണുമ്പോൾ അതിൽ നിന്നാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അതായത് ബ്ലഡ് ഒഴുകിയ ഒരു മൊമെന്റ് എടുത്തിട്ട് അത് എത്ര മിനിറ്റ് മുമ്പ് കൊല്ലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ വലുതായി മാറുന്നത് സുഡാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? ഈ കൂട്ടക്കൊലയുടെ ദാരുണമായ ചിത്രം തന്നെ ശരിക്കും ലോകത്തിന് മുമ്പിൽ എത്തിയത് അമേരിക്കയിലെ ഈ യേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സാറ്റലൈറ്റ് പിക്ചർ അവർ പുറത്തുവിട്ടിരുന്നു. ആ പിക്ചറിനാണ് പുറത്തു വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആഫ്രിക്കയോടുള്ള ലോകത്തിന്റെ ഒരു നിലപാടുണ്ടല്ലോ, അത് എല്ലാറ്റിലും പ്രകടമാണ്. ഉദാഹരണം
പിന്നെ 54 രാജ്യങ്ങളുണ്ട് ആഫ്രിക്ക വലിയൊരു ഭൂഖണ്ഡമാണ്. പക്ഷേ ഒരിക്കലും തന്നെ ആഫ്രിക്കനെ ആ അർത്ഥത്തിൽ കാണുന്നില്ല. കാരണം ഗ്ലോബൽ നോർത്താണ് ലോകത്തിന്റെ ആധിപത്യം കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ അത് പിന്നെ നമ്മള് ആ, ഗസ സംഭവത്തോടു കൂടി ഗ്ലോബൽ സൗത്തിലേക്കുള്ള ഒരു പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഇപ്പൊ അതിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ദക്ഷിണാഫ്രിക്കയാണല്ലോ ഇപ്പോ ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ കോടതിയിൽ എല്ലാ വെല്ലുവിളിയും നേരിട്ടുകൊണ്ട് പരാതി കൊടുത്തത്. അങ്ങനെയാണല്ലോ പിന്നെ നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ ഒക്കെ ICC അറസ്റ്റ് വാറണ്ട് വരുന്നത്. അതേസമയം ഇതേ ദക്ഷിണാഫ്രിക്കയുടെ അംബാസഡർ, അദ്ദേഹം മുസ്ലിമാണ്, ഇതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെയാണ് ട്രംപ് പുറത്താക്കിയത്. എന്താ കാരണം? അദ്ദേഹം അമേരിക്കയുടെ നിലപാടിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്താക്കി. അപ്പൊ ഇതേപോലെ ദക്ഷിണാഫ്രിക്ക ഒരു കാലത്ത് ഈ പിന്നെ ഇരുണ്ട ഒരു ഭൂഖണ്ഡം എന്ന് വെച്ചാല് പിന്നെ വെള്ളക്കാരുടെ വംശീയത നിറഞ്ഞാടിയ സമയത്ത് പോലും അവര് പിന്നെ മീഡിയ വലിയ അറ്റൻഷൻ കൊടുത്തിട്ടില്ല. 28 കൊല്ലമാണ് പിന്നെ നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നത്. 28 കൊല്ലം കൊടുത്ത് നെൽസൺ മണ്ടേല ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാത്രമാണ് നെൽസൺ മണ്ടേലയെ അവർ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചു. ഐതിഹാസികമായ വിജയം നേടിയോടുകൂടിയായി നെൽസൺ മണ്ടേല ലോകത്തിനുള്ളിൽ അറിയപ്പെട്ടു. അതുവരെ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മീഡിയയുടെ അറ്റൻഷൻ പിന്നെയാണ് പോകുന്നത്. മീഡിയക്ക് അതിൻ്റെതായ ഒരു കളിയുണ്ട്. ഇപ്പം നമ്മൾ ഫലസ്തീൻ നമ്മൾ കണ്ടു. ഫലസ്തീനിൽ മീഡിയ പിന്നെ ഇസ്രായേൽ പറയുന്ന ഒരു എംബഡഡ് മീഡിയ ആയിരുന്നു. അപ്പൊ ഇറാഖ് യുദ്ധത്തിലൊക്കെ എംബഡഡ് മീഡിയ അല്ല കണ്ടത്. അതേസമയം ഫലസ്തീനികളാണ് ധൈര്യത്തിൽ ഒരു എംബഡ് പരിപാടി ഇല്ലാതെ ഡയറക്റ്റ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ മീഡിയക്ക് അവരുടേതായ താല്പര്യമുണ്ട്. അവർക്ക് അവരുടെ വായനക്കാർ അല്ലെങ്കിൽ അവരുടെ അനുവാചകർക്ക് ആവശ്യമായത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആഫ്രിക്ക ആ രീതിയിൽ തള്ളുകയാണ് ചെയ്തത്. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഇടത്ത് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ പിന്നെ അവിടുത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്ന തോന്നിയാസങ്ങളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആ വാർത്തകൾക്കൊക്കെ തന്നെ വലിയ കവറേജ് കിട്ടുകയും ചെയ്യുന്നു. ഉദാഹരണം, ബോക്കോ ഹറാമിന്റെ പ്രശ്നം വരുമ്പോൾ ബോക്കോ ഹറാമിനെതിരെ ഭയങ്കര സംഭവങ്ങൾ, അതേസമയം അവിടെ നടക്കുന്ന മറ്റു പിന്നെ പ്രശ്നങ്ങൾ വരും. ഉദാഹരണം, ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യമാണ്. ആ ഈജിപ്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം, ഇപ്പം മുർസിയെ പുറത്താക്കിയത് അല്ലെങ്കിൽ മുർസിയെ ഒരു ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കപ്പെട്ട മുർസിയെ അട്ടിമറിച്ചത്, ഇതൊന്നും ഇഷ്യൂ ആക്കിയിട്ടില്ല. മുർസി മരിച്ചപ്പോൾ പോലും അവർ നൽകിയ വാർത്താ പ്രാധാന്യം ആ നമുക്കറിയാം. ഒരു അത് പ്രൊട്ടസ്റ്റിന്റെ മുസ്ലിം രാജ്യങ്ങളുണ്ട്, സമയത്ത് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, മസാക്കറുകൾ കൊല്ലപ്പെട്ടു. നടക്കുന്നുണ്ട്. ഇല്ലേ മസാക്കേഴ്സ്. അവിടെ നടന്നപ്പോൾ അതൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ മീഡിയ. അതേസമയം ഇവിടെ നിങ്ങൾ പറഞ്ഞതാണെന്ന് വെച്ചാല് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പൊ ഈ ഇന്റർനാഷണൽ മീഡിയയിൽ അങ്ങനെ മറഞ്ഞപ്പോഴും ഈ അൽ ജസീറ ഇതിനെ ശക്തമായിട്ട് നേരത്തെ തന്നെ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അൽ ജസീറ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് അധികം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഗസയുടെ പ്രശ്നത്തിൽ നമുക്ക് അധികം ശ്രദ്ധിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുതയാണ്. അപ്പോൾ ഇന്റർനാഷണൽ മീഡിയയെ സംബന്ധിച്ചുള്ള അവരുടെ ഈ ഇരട്ടത്താപ്പ് അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടിയുണ്ടെന്ന് എന്റെ അഭിപ്രായം. ഇത് മുഴുവൻ എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ തന്നെ സുഡാനിനോടും ആ ഒരു 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 നിലപാട് അവരിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ അർത്ഥത്തില് എല്ലാ തലത്തിലും ബുദ്ധിമുട്ടുന്ന ഈ ഒരു രാജ്യത്തിൽ എന്താണ് ഈ രാജ്യത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നേരിടുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷ എന്തായിരിക്കും? അവരുടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭരണത്തെയാണ് ആഗ്രഹിക്കുന്നത്, അതല്ല അവർക്ക് കേവലമായിട്ടുള്ള ഒരു രക്ഷ, ഇതിൽ നിന്നുള്ള രക്ഷയാണ് അവർ ആഗ്രഹിക്കുന്നത്? എന്താണ് അവരുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ നിലപാടുകൾ പുറത്തു വരുന്നതായിട്ടുള്ള എന്തെങ്കിലും സ്വരങ്ങൾ ആ രാജ്യത്ത് നിന്ന് ഉണ്ടാവാറുണ്ടോ? വളരെ കുറച്ചേ അങ്ങനെ വന്നിട്ടുള്ളൂ. ആ നിലപാടുകൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഭരണക്രമമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് വരണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടക്കൊലകളും അതുപോലെ തന്നെ കലാപവും നിൽക്കണം. അപ്പം ബഷീർ ഉള്ള ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഉള്ള അവരുടെ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ മിക്കവാറും വർഷങ്ങൾ അവര് ഒരു പട്ടാള ഭരണത്തിന് കീഴിലാണ് ജീവിച്ച ആളുകളാണ് അവര്. അപ്പം ബഷീറിന് ശേഷം ഒരു ജനകീയ പ്രക്ഷോഭം വന്നതിന് ശേഷം അവിടെ നടന്ന ആ സമയത്ത് ഞാൻ സുഡാനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് കുറേ സമയം ഞാനായിരുന്നു ആ മിഡിൽ ഈസ്റ്റിന്റെ എന്റെ ചാർജ്. അപ്പൊ ഞാൻ ഫുള്ളി അത് ഇൻവോൾവ് ആയിരുന്നു. പെനിൻസുലയില്. അപ്പൊ ഞാൻ ആ വിഷയം വളരെ സമയത്ത് ഇങ്ങനെ അടക്കിയിരുന്നു. എത്ര തവണയാണ് എത്ര ജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത് ഈ പ്രക്ഷോഭത്തിൽ. അവര് ജനകീയമായ ഒരു ഭരണകൂടം വേണം എന്ന ആവശ്യത്തിന് പേരിൽ ഒരുപാട് ആളുകളെ സൈന്യത്തിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവസാനം ഈ ഹംദോക്കിനെ പ്രധാനമന്ത്രി നിയമിച്ചത്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഇവർ പുറത്താക്കി ചെയ്തത്. അപ്പോ ഈ സൈന്യത്തിന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന് എന്ത് തന്നെയായാലും ഇതിന്റെ സുഖം അനുഭവിച്ചവരാ, അവർക്ക് ഇത് പോകണം. പക്ഷേ ഇപ്പം സുഡാനീസ് ആംഡ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്രമം നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ മുഴുവനായി സപ്പോർട്ട് വേണം. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് അവര് കഴിഞ്ഞ മെയ്യില് കാമിൽ എന്ന് പറയുന്ന മുൻ UN ഉദ്യോഗസ്ഥൻ അവരെന്ത് ചെയ്തു, പ്രധാനമന്ത്രിയെ നിയമിച്ചു.
അദ്ദേഹം ഒരു UN ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹം പിന്നെ ഒരു ജനകീയനാണ്, ടെക്നോക്രാറ്റിക് ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. സൈന്യത്തിൽ ബുർഹാനുദ്ദീനാണ് സൈന്യത്തിന്റെ നേതാവാണെങ്കിലും ഒരു ടെക്നോക്രാറ്റിക് ഗവൺമെന്റ് കാമ്പിൽ നേതൃത്വത്തിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു ഗവൺമെന്റിനാണ് ആഗ്രഹിക്കുന്നത്, അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ നേരത്തെ തെക്കൻ സുഡാനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പിന്നെ അവിടുത്തെ സീനിയർ വൈസ് പ്രസിഡന്റ് ഇപ്പൊ ജയിലിലുള്ളത് മച്ചാർ, അവിടുത്തെ അവിടെ നടക്കുന്ന ഒന്നാമത് പിന്നെ അവിടുത്തെ പിന്നെ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം വേറെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുക, അദ്ദേഹം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വധശിക്ഷ വരെ കൊടുക്കാവുന്ന കുറ്റമാണെന്ന് പറയാം. പക്ഷെ 73 വയസ്സായതുകൊണ്ട് 70 വയസ്സ് കഴിഞ്ഞാൽ വധശിക്ഷ അവിടെ ഇല്ല, അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടും. പക്ഷേ സംഭവിക്കുന്ന വെച്ചാൽ അവിടെ 2 ക്രിസ്ത്യൻ ഭരണകൂടമാണ്. അതാ രസം, ക്രിസ്ത്യാനികൾ അവർ പ്രത്യേക പേര് പറഞ്ഞു പോയത്. അപ്പോ ഒരു സിവിലിയൻ ഇന്ന് വരെ ഇവിടെ ഇലക്ഷൻ നടന്നില്ല എന്നുള്ളതാണ്. അതായത് 2011 ഒരു രാജ്യം വാങ്ങിപ്പോയിട്ട് ഇന്ന് വരെ അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. ഇലക്ഷൻ നടക്കാൻ പോകുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് പിന്നെ സംഭവിക്കരുതെന്ന് ഇവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ സുഡാനിലെ ഒരു ജനാധിപത്യ ക്രമത്തിലുള്ള ഒരു ഗവൺമെന്റ് വരണം എന്ന ആഗ്രഹമാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അദ്ദേഹത്തുമായി കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം പിന്നെ ഈ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഈ ഖർത്തൂം എന്ന് കുറച്ച് ദൂരം വലിയൊരു നഗരത്തിൽ ആയിരുന്നു. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്താണ്. അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ഖത്തറിൽ തന്നെ, അദ്ദേഹം നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, കുടുംബം ഇവിടെയുള്ളത്. പക്ഷെ തങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇത്രയും നേരം കൊടുത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു താല്പര്യമുണ്ട്. അതായത് പെട്ടെന്നൊരു ന്യൂസ് കവറേജ് ഇതിലേ വരികയാണ്. അപ്പം ഇതിനെക്കുറിച്ച് ആളുകൾക്ക് കേവലമായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റുകൾ നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഏരിയകൾ ഇതിലുണ്ടോ? അതായത് ഇതിൻ്റെ മൊത്തത്തിൽ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അല്ലാതെ, ഇതിൻ്റെ ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് അല്ലാതെ, ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് അഡ്വേഴ്സിറ്റി അല്ല, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റുകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ ഈ ഒരു സുഡാനിന്റെ ഒരു ഇഷ്യൂല്? അല്ല, ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മള് പിന്നെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിലെ 56 രാജ്യങ്ങളിൽ ഒന്നാണല്ലോ സുഡാന്. അപ്പോ അവര് OIC ഇതിൽ കാര്യമായി ഇടപെട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതെന്താ സംഭവിച്ചത്? അറബ് ലീഗിൽ മെമ്പർ ആണല്ലോ. ഈ അറബ് ലീഗിൽ OICയിലോ ആഫ്രിക്കൻ യൂണിയനിൽ മെമ്പർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യം ഇതൊന്നും സത്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇടപെടുന്നുണ്ട് അവർ, ഇതൊക്കെ വെടിനിർത്തൽ വേണമെന്നൊക്കെ പറയാന്നല്ലാതെ ഒരു കോൺക്രീറ്റ് ആയ ഒരു സ്റ്റെപ്പ് നടന്നിട്ടില്ല. അപ്പൊ അതില് മുസ്ലിം രാജ്യങ്ങൾക്കും പങ്കുണ്ട്. കാരണം മുസ്ലിം രാജ്യം എന്തിനാ OIC ഉണ്ടാക്കിയിരിക്കുന്നത്? അവർ പലതും ഉണ്ടാക്കി, പക്ഷെ ഒന്നിനും ഒരു ഫലവുമില്ല, വെറുതെ യോഗം വിളിച്ചു കൂട്ടാന്നല്ലാതെ ഒന്നുമില്ല. അപ്പം സുഡാനെ സത്യം പറഞ്ഞാല് രക്ഷിക്കണമെങ്കിൽ, മറ്റൊരു വിഭജനത്തിൽ നിന്ന് സുഡാനെ രക്ഷിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം ഈ വിഭജനത്തോടെ സംഭവിക്കുന്നതാണ് ജനങ്ങളാണ് വിഭജിക്കപ്പെടുന്നത്, അത് എത്ര റിസോഴ്സസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ജനങ്ങൾ അനുഭവിക്കേണ്ട വിഭവങ്ങൾ കുറച്ച് ആളുകൾ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പൊ അതിനെ പക്ഷെ നേതൃത്വം നൽകുന്ന രാജ്യങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട്. അവർക്ക് തന്നെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അവരെ സംബന്ധിച്ചോളം അങ്ങനെ ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് നമ്മളിപ്പോ ഏതാണ്ടൊക്കെ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത തവണ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വിശിഷ്യ ഫലസ്തീനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അതിൽ എക്സ്പേർട്ടുമാണ്, അപ്പൊ അതിൽ സംസാരിക്കണമെന്നുണ്ട്. ഇതൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് ഇതൊരു മിലിറ്ററി, സുഡാനിന്റെ ഒരു ആഗോള മൊത്തത്തിലുള്ള ചരിത്രം എടുത്തു നോക്കുമ്പോൾ മിലിറ്ററിയുടെ വലിയ പ്രസൻസ് ഉള്ള ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ മിലിറ്ററി ഇല്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാത്ത, മിലിറ്ററി ക്ലാഷുകൾ കൊണ്ട് വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിന് മതത്തിനപ്പുറത്തേക്ക് മിലിറ്ററിയുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഇപ്പോൾ RSFന്റെ പോലും നേതാക്കൾ ഈ ഒരു മെർജിങ്ങിലൂടെ അല്ലെങ്കിൽ ഇവർ ഒന്നാക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവര് 20 വർഷമായിട്ട് അവർ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള ഈ ഒരു ശേഖരങ്ങളും അവരുടെ പൊസിഷനുകളും ഒക്കെ നഷ്ടപ്പെടുന്നത് അവർക്കും ആഗ്രഹമില്ല. അപ്പൊ ഇത്തരത്തിൽ രണ്ട് പാർട്ടികൾ ഇതിൽ, 2 മിലിറ്ററി ഫാക്ഷനുകൾ ഇതിൽ തല്ലുകൂടുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ ജനങ്ങളാണ് ഇതിൽ അനുഭവിക്കുന്നത് എന്നുള്ള വലിയൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ള വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംവിധാനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. റിവർ സൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണിത്. അപ്പൊ ഇതിൽ നമ്മൾ ഇനി കൂടുതൽ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ എപ്പിസോഡുകൾ ലൈവായിട്ടുള്ള, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരിട്ട് എത്താൻ പറ്റാത്ത ഗസ്റ്റുകളെ ഇങ്ങനെയുള്ള ഈ അർത്ഥത്തിൽ ലൈവായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ എപ്പിസോഡുകളിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. എന്തായാലും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.